ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫുഡിനുള്ളത് ഉച്ചാമത്ത് ഉണ്ടാക്കുന്നു. കടയ്ക്ക് വർക്കിന് പോകുമ്പോൾ ഉച്ചക്കുള്ള ചോറുള്ള കൂട്ടാണ്. അതിന് ഞങ്ങൾ കോളിഫ്ലവർ ഉണ്ടാക്കുന്ന അതിന് വലിയ ഉള്ളി ചെറുതാക്കി എരിയുന്നു. അനിയത്തിന് മോനാണ് എരിയുന്നത്. മോൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു. ഇതിലെന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണും. എല്ലാവരും ചെറിയ കുട്ടികൾ അവർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ചെയ്തോ പറഞ്ഞാണ്. അങ്ങനെ ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നെ നിങ്ങളെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടോ? ഓരോന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വരുവേക്കാറില്ലേ? അങ്ങനത്തെ കുട്ടികൾ അങ്ങനെ തന്നെയാണ്. എൻ്റെ അനിയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അവർ പെരുന്നാൾക്ക് ലീവ് വന്നിട്ടിരുന്നു. അങ്ങനെ ഉള്ളി അരിച്ചൽ കഴിഞ്ഞ് തക്കാളി വന്ന് കീറാൻ പറഞ്ഞ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തണം. ഇതെന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? എല്ലാവരും പെരുന്നാൾക്ക് വന്ന് ഇരുന്ന് പോയോ? വന്നോ? നാത്തുമാർ പോകാൻ പോയോ? എൻ്റെ നാത്തും പോയിക്കണ്ട. നാത്തും പോയിട്ട് ഒന്നാം പെരുന്നാൾക്കല്ല രണ്ടാം പെരുന്നാൾക്ക് പോയത്. ഇനി അനിയത്തിയാണ് കോളിഫ്ലവർ ഉണ്ടാക്കണം. അത് ചെറിയ കഷ്ണങ്ങളാക്കി ചൂടുവെള്ളത്തിലേക്ക് അല്ലെങ്കിൽ അത് വിരുന്നേരുണ്ടാവില്ല. വിരുന്നേരെ കളയാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ള വെള്ളത്തിൽ ഇടുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? അങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആദ്യം എനിക്കിതിങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ വിരുന്നേരുണ്ട് പറഞ്ഞിട്ടേ അല്ല എന്നാ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? പക്ഷെ ഞാൻ എത്ര ഇതാക്കി ഞാൻ അത് കണ്ടിട്ടില്ലേ? ഞാൻ നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്നെ കാണാതെ വിട്ടുകൊള്ളന്നാവും. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കുട്ടിക്ക് ഇത് കൊടുത്തിട്ടപ്പോൾ കുട്ടിക്ക് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് അതിന് ശേഷം അവന് കോഴിമുട്ടവും പൊട്ടിച്ചാണ്ടും പൊട്ടിക്കുന്നുണ്ട്. അവനക്ക് എല്ലാ ക്രിസ്ത്യാനിക്കും എനിക്കറിയില്ല. നമുക്ക് കോളിഫ്ലവറൊക്കെ മസാല കൂട്ടി അതിനൊരു കോഴിമുട്ട പൊട്ടിച്ചിരുന്നു. കുറേ നേരമായി. നല്ല ചിക്കൻ മസാല കൂട്ടുന്നവർക്ക് മസാല കൂട്ടുക നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ അതിക്ക് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിന് വേണ്ടി കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ഇളക്കി വെക്കുക. കാശ്മീരി മുളക് പൊടി, കോളിഫ്ലവർ,
അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കോളിഫ്ലവർ ആക്കിയിടും. എന്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, വീഡിയോസ്, എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുള്ളായി അറിയുന്നതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിനി ഉള്ളിയും വലിയ ഉള്ളിയും ഇതൊക്കെ പാടെ വാട്ടന്. അതിന് വലിയ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പുണ്ട്. കറണ്ട് ഉണ്ടാകുന്നില്ല വീഡിയോസ് എടുക്കാൻ, അപ്പോൾ അത് എടുക്കാഞ്ഞപ്പോൾ ഇടുന്നൊന്നും കറണ്ട് ഉണ്ടായില്ല. ഇപ്പോൾ രാവിലെ സീന, അപ്പോൾ കറണ്ട് പോയിന്ന്. അതിന് മസാല ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അങ്ങനെ കാശ്മീരി മുളക് പൊടി. ആദ്യം എന്തൊക്കെ മറന്ന് പറയുന്നത്, അത് വലിയ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, ഉപ്പ്, കാശ്മീരി മുളക്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് എന്തൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ മറിച്ച് ചേർക്കാനൊക്കെ ചേർത്തുണ്ടാവില്ലേ. അങ്ങനെ കോളിഫ്ലവർ ചട്ടിയിൽ കൂട്ടണം. ഇന്ന് രാവിലെ എനിക്ക് 8 മണിക്ക് തന്നെ ജോലിക്ക് പോകണം. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേനൊക്കെ ചെയ്യണ്ടേ. രാവിലെ കറണ്ട് ഉണ്ടാകുന്നില്ല. അങ്ങനെ മസാല കൂട്ടിക്ക് കോളിഫ്ലവർ ഇല്ല. അങ്ങനെ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയും ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ വെച്ചത്. പിന്നെ 5 മണിക്ക് ശേഷം ഞങ്ങളുടെ കടയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഐസ് കിട്ടി, പിന്നെ ബിരിയാണി കിട്ടി, വെള്ളം കിട്ടി, എന്തൊരു കോഴിമുട്ട സാധനം ഉണ്ടായിരുന്നു. അതെന്താ എനിക്ക് പറയണ അറിയില്ല, അതെന്താണ്. അങ്ങനെ ഒരു കോഴിമുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ. ഇന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് കോളിഫ്ലവറും കോഴിമുട്ടയും. അങ്ങനെ ഒക്കെ ഇതാണ് ഞാൻ ഇന്ന് പുതിയ ഡ്രസ്സ് എടുത്ത് പെരുന്നാൾക്ക് ഇട്ട ഡ്രസ്സ്. അത് ചോറാക്കുകയാണ്. ചോറിങ്ങനെ ഏതെങ്കിലും തോനാക്കണമെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ തിന്നു. പക്ഷെ ഇത് തിന്നെനിക്ക് എന്നറിയുമോ, കൊണ്ടുപോകുമ്പോഴൊക്കെ തോനെ കാണണം, തിന്നാലില്ലെങ്കിൽ തോനെ കാണണം, എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവും. എന്നിട്ട് ഉമ്മയൊക്കെ പറയും, എന്തിനാ അത്ര തോനെ കൊണ്ടുവരുന്നു, കുറച്ചുണ്ടായി പോരെ, ബാക്കിയൊക്കെ എന്തിനാ കൊണ്ടുവരുന്നു. പക്ഷെ എനിക്കെന്താണെന്നറിയോ, തികയില്ല ഇങ്ങനെ തോന്നിയാണ്. അപ്പം അങ്ങനെ കുറേ കൊണ്ടുപോകും. ഇങ്ങോട്ട് കൊണ്ടുപോകും, കോഴികൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ പൂച്ചെന്നു. അങ്ങനെ കോളിഫ്ലവർ കോഴിമുട്ട ആംപ്ലേറ്റ് പാത്രത്തിലാക്കി. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഇതാണ്. പിന്നെ രാത്രിക്ക് ഉണ്ടായിരുന്നില്ല, കടയിൽ ഞങ്ങൾക്ക് പരിപാടിയായിരുന്നു. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ പെരുന്നാക്കത്തെ ചുരിദാറാണത്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ. ഞങ്ങളെ കടയുടെ മുന്നേ അത്. ബൈ.